ഇൻഷാ അള്ളാഹ് വിശുദ്ധ റമദാൻ ഒരാഴ്ചക്കുള്ളിൽ നമ്മിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് പ്ലാനിങ് ചെയ്യുന്നവരുണ്ട്, നന്നായി പ്ലാൻ ചെയ്യുന്നവരുണ്ടാവും, തീരെ പ്ലാൻ ചെയ്യാത്തവരുണ്ടാവും, കുറച്ചെങ്കിലൊക്കെ പ്ലാനിങ് നടത്തുന്നുണ്ടാവും. എന്തായാലും പ്ലാനിങ് വേണം. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആവണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പല പല കാര്യങ്ങളും നമുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ നോമ്പെടുക്കുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, തറാവീഹ് നിസ്കരിക്കുക എന്നതിലുപരി സംതിങ് സ്പെഷ്യൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തത്? ഫോർ എക്സാമ്പിൾ, വിശുദ്ധ ഖുർആൻ അവസാനത്തെ ജുസ്ഇന്റെ ട്രാൻസ്ലേഷൻ, അതിന്റെ ആശയങ്ങൾ മുഴുവനും ഞാൻ പഠിക്കുമെന്ന ഒരു തീരുമാനം, അതല്ലെങ്കിൽ ഖുർആൻ കൃത്യമായി തജ്വീദോടുകൂടെ ഓതാൻ, പാരായണം ചെയ്യാൻ ഞാൻ പഠിക്കുമെന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അതിന്റെ ഓരോ ജുസുകളും സമ്മറൈസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്ന തീരുമാനം, അല്ലെങ്കിൽ മറ്റു പല പുസ്തകങ്ങളും വായിച്ചു തീർക്കുക എന്ന തീരുമാനം, അല്ലെങ്കിൽ കഴിഞ്ഞ റമദാനിൽ ഞാൻ ചെയ്യാത്തതിലുപരി കൂടുതലായിട്ട് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഓരോരോ തീരുമാനങ്ങൾ നല്ലൊരു പ്ലാനിങ്ങോടുകൂടെ, നല്ല കൃത്യമായ ഷെഡ്യൂളോടുകൂടെ മാത്രം നമ്മൾ ഈ റമദാനെയും വരവേൽക്കുക. റമദാൻ വരുന്നതിന് മുമ്പായി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. നമ്മുടെ ഇടപാടുകളും മറ്റു മാനുഷിക ബാധ്യതകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഇതിന് മുമ്പേ കണ്ടെത്തുക. പിന്നെ അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്ത് പൂർത്തിയാക്കുക. റമദാനിലെ ദിനരാത്രങ്ങൾ പരമാവധി വിശുദ്ധ ഖുർആൻ പാരായണത്തിനും തറാവീഹ് നിസ്കാരത്തിനും മറ്റു സുന്നത്തുകളൊക്കെ കൂടുതലായി എടുക്കാനും കൂടുതലായി എന്തെങ്കിലും ചെയ്യുവാനും നമ്മൾ സമയം കണ്ടെത്തുക.